തിരുവല്ലത്തെ മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. യുവതി ആത്മഹത്യ ചെയ്ത സംഭവം സ്ത്രീധന പീഡനം മൂലമാണെന്ന ആരോപണം ബന്ധുക്കൾ ശക്തമായി ഉന്നയിച്ചു തുടങ്ങി. ഷെയ്ലയുടെ ഭർത്തൃ വീട്ടുകാരെ ഇന്ന് ചോദ്യം ചെയ്യുന്നുണ്ട്. ഷെയ്ലയുടെ ബന്ധുക്കളുടെ മൊഴിയും ഇന്ന് എടുക്കുന്നുണ്ട്. ഇതിന്റെ വിവരങ്ങളും കമലേഷ് തന്നെയാണ് നൽകുന്നത്. കമലേഷ്, ഈ സ്ത്രീധന പീഡനം മൂലമുള്ള മരണങ്ങൾ കൂടി വരുന്നു ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ. ഷഹനയുടെ മരണം, ഇപ്പോൾ ഷെയ്ല എന്ന മറ്റൊരു കുട്ടി കൂടി ഭർത്തൃ വീട്ടിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ്, തീർച്ചയായും നേരത്തെ കൊല്ലത്ത് അടക്കം നിരവധി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡന പരാതികളും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന മരണങ്ങളും ഒക്കെ തന്നെ വലിയ വാർത്തയായിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ തിരുവല്ലത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഷഹന ഷാജി എന്ന യുവതിയാണ്, 22 വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 4 മണിയോടുകൂടി ആത്മഹത്യ ചെയ്തത്. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ യുവതിയുടെ ബന്ധുക്കൾ വളരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുകയാണ്. ഇവരുടെ ഭർത്തൃ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് സ്ത്രീധനത്തെ ചൊല്ലി നിരന്തരം പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇവരുടെ യുവതിയുടെ മുഖത്തും കൈകളിലും അടക്കം ചില പാടുകൾ, മർദ്ദിച്ചതിൻ്റെ പാടുകൾ അടക്കം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം പോലീസ് നടക്കുകയാണ് നിലവിൽ. ഇന്ന് ഈ യുവതിയുടെ ബന്ധുക്കളുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തും. ഇതിൻ്റെ ഭാഗമായി ഈ യുവതിയുടെ ഭർത്താവിനെ അടക്കം ചോദ്യം ചെയ്യാനാണ് പോലീസ് തയ്യാറാകുന്നത്. ആ നിലയിൽ ഇതിൻ്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഭർത്താവുമായി ചില പ്രശ്നങ്ങൾ യുവതിക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 മാസമായി യുവതി അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ഭർത്താവ് യുവതിയുടെ വീട്ടിലെത്തുകയും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ യുവതിയുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ടാണ് ഭർത്താവ് അവരുടെ വീട്ടിലേക്ക് ബലമായി ആ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് യുവതി മുറിയിൽ കയറി കതകടച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇതിന് ശേഷം ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഏതായാലും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ യുവതിയുടെ ഭർത്താവിനെതിരെയും അവരുടെ ഭർത്താവിൻ്റെ മാതാവിനെതിരെയും ഉന്നയിക്കുന്നുണ്ട്. ഭർത്തൃമാതാവടക്കം നിരന്തരം ഇവരെ പീഡിപ്പിച്ചിരുന്നതായി തന്നെയാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇന്ന് യുവതിയുടെ ബന്ധുക്കളെ പോലീസ് ഈ മൊഴിയെടുക്കുകയാണ് അവരുടെ. അതിന് പിന്നാലെ ഈ മാതാവിൻ്റെയും ഭർത്താവിൻ്റെയും അടക്കം വിശദാംശങ്ങൾ ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യലടക്കം പുരോഗമിക്കും. അജിംഷാദ്, തീർച്ചയായും കമലേഷാണ് ഇതിന്റെ വിവരങ്ങൾ നൽകി.